हेलो गाइस, सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए लूसीफर 2 या फिर L2EM पुरान मूवी का सेकंड सीन का रिएक्शन। तो फर्स्ट सीन जो था ना वो बहुत मतलब हिला देने वाला था, बिकॉज जिस तरीके से वो पूरे गुजरात दंगे दिखाए गए, ऑफकोर्स उसका नाम नहीं लिया गया, बट पता लग रहा था कि भाई वही उसी चीज़ से ही स्टार्ट किया गया है। एंड अब वहाँ से कैसे कनेक्शन बैठेगा सब चीज़ का, वो चीज़ अभी देखनी होगी। सच में समझ में नहीं आ रहा लूसीफर का इन सब चीज़ों से क्या कनेक्शन है। और वो बच्चा भी जो है, वो जो आंटी थी वो उनको इंडिकेट करके गई है कि भाई इन आँखों ने ये सारी चीज़ें देखी हैं और यही आगे चल के बदला लेगा। तो बहुत सारे सवाल हैं कि स्टोरी आगे कैसे बढ़ेगी। तो अब भी देखो, हम भी देखते हैं। लेट्स स्टार्ट। अब डरेंगे नहीं ज़हीर, हिम्मत रखो। मैं हूं ना, तो बिल्कुल मत डरो। मैं हूं ना ज़हीर। ओह नो, ज़हीर, ज़हीर। पर जहीर तो पीछे था, जहीर को गोली कैसे लगी? ज़हीर, ओह माय गॉड। बलराज भैया ने तो काम खराब कर दिया। ये मेरे ख्याल से ये पृथ्वीराज सुकुमारन सर की वो है, बचपन। ये जैद वो है। हाँ, द शैडो ड्रैगन, और चाइनीज स्पाई। और कौन से प्लेनेट पे होते हैं? केरला, केरला। प्रेजेंट डे। जबकि इसका ट्रेलर में बहुत कम दिखाया गया था, सिर्फ इलेक्शन ही दिखाया गया। നിർത്താതെ മഴ പെയ്താ വർഷം നീളെ കറണ്ട് കാണുമെന്നാ നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം മഴ വന്നാൽ കറണ്ട് കാറ്റ് കൊണ്ടുപോകും, വീട് മലവെള്ളം. हाँ, ഇതൊന്നും പോരാഞ്ഞ് ഡെമോക്ലസിന്റെ വാള് പോലൊരു ഡാം ഇളവപ്പാതി കൂടി വന്നാൽ ഡാമെ ചുറ്റി മതിൽ കെട്ടുന്നുണ്ടല്ലോ നമ്മുടെ CM. അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. ചുറ്റുമതിൽ കൃഷ്ണനുണ്ടായിരുന്ന ഈ പറഞ്ഞു തന്നതിനെ കുറെ പിന്നാമ്പുറം കഥകൾ, ആ ചെക്ക് ഡാം പദ്ധതിയെപ്പറ്റി. ഗോവർദ്ധനില്ലേ മോളെ? അകത്തുണ്ട് ഫാദർ, എന്തോ കാര്യമായിട്ടുള്ള റിസർച്ചിലാ. अब गोवर्धन कौन है? ഹലോ. ആ കാർത്തിക്, ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു, കിട്ടിയില്ല. പറയൂ ഗോവർദ്ധൻ, ഞാൻ ഫ്ലൈറ്റിലായിരുന്നു, ഇപ്പം ലാൻഡ് ചെയ്തേ ഉള്ളൂ. കാർത്തിക്, अरे ये वही तो എനിക്ക് नहीं है जो അത്യാവശ്യമായിട്ട് सारी കാര്യം അറിയാനുണ്ടായിരുന്നു. इन्फॉर्मेशन इकट्ठी കുറച്ച് करते സമയമായിട്ട് थे। ഡാർക്ക് വെബിൽ കറങ്ങി നടക്കുന്ന റൂമറെ കുറിച്ചാണ്. ഈ ബൽദേവിന് എന്താണ് കേരളത്തിൽ പെട്ടെന്നൊരു ഇൻട്രസ്റ്റ്? बलदेव? വാട്ട്? ഗോവർദ്ധൻ, തൻ്റെ ഈ ബാറ്റ്മാൻ വിജിലാൻറ്റിസത്തിന് കുടപിടിക്കാനുള്ള റോബിൻ അല്ല ഞാൻ സെൻട്രൽ IBയിലെ ഒരു എക്സിക്യൂട്ടീവാണ്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. തന്നോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നല്ലോ, അതെന്തായി? സ്റ്റീഫൻ, വെരി സീ നൗ? സ്റ്റീഫനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും हमें भी देखना है। प्लीज। യെസ്, ഐ ഓൺ ഇറ്റ് കാർത്തിക്. ഐ അഷോ യു, എത്രയും പെട്ടെന്ന് ഐ ഫൈൻഡ് സംതിങ്. എന്തെങ്കിലും അറിഞ്ഞാൽ ഉടനെ അപ്പം തന്നെ ഞാൻ കാർത്തിക്കിനെ വിളിച്ച് പറയാം. യു വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു നോ. ബട്ട് കാർത്തിക്, ലിസൺ, ദിസ് ഇമ്പോർട്ടൻറ്റ്. എനിക്കറിയണം എന്താണ് ബൽദേവിന് പെട്ടെന്ന് കേരളത്തിലൊരു താല്പര്യം. അയാൾ ഇങ്ങോട്ട് വരുന്നു കേൾക്കുന്നു. എന്തിന്? ലെറ്റ് മീ സീ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഐ വിൽ ഇൻഫോം യു. പിന്നെ ഗോവർദ്ധൻ, ഐ ഹോപ്പ് യു നോ, ഇപ്പോൾ സാറ്റലൈറ്റ് ഫോൺസും സർവൈലൻസ് സ്കാനിൽ പെടും. ओह, ഡോണ്ട് വറി കാർത്തിക്, ഇത് 1990 ഒറിജിനൽ റെഡി മോഡലാണ്. ഒരു മോഡേൺ സർവൈലൻസ് സിസ്റ്റത്തിനും ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. क्या बात है।
താനിങ്ങനെ ആന്തപ്പനെ പോലെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ രാജിക്കത്തോട്ട് വന്നാൽ എങ്ങനെ? വർമ്മ സാറേ, 10-35 കൊല്ലമായിട്ട് കതറിടുന്ന ഒരാളാണ് ഞാൻ. ഈ കതറിട്ട് വരുന്നവരെല്ലാം വരുമ്പോഴേ പഠിച്ചു വരുന്നൊരു കലയുണ്ട്, കാര്യങ്ങൾ വളച്ചു പറയുക. എനിക്കത് വശമില്ല, അതുകൊണ്ട് തെളിച്ച് തന്നെ അങ്ങ് പറയാം. IUF-നെ ജതിൻ രാംദാസിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങോട്ടോ പോയപ്പോ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ പാർട്ടിയും ഈ നാടും ശരിയായ ദിശയിലേക്ക് നയിക്കപ്പെടുമെന്ന്. പക്ഷെ എനിക്ക് തെറ്റി. ബിമൽ നായർ ഈ പാർട്ടിയെ എങ്ങോട്ടെത്തിക്കുമായിരുന്നോ അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ പോക്ക്. NPTV ഒഴിച്ച് ഈ നാട്ടിലെ എല്ലാ ചാനലുകളും കഴിഞ്ഞ കുറെ നാളായി വിളമ്പുന്നത് ജതിൻ രാംദാസിന്റെ അഴിമതി കഥകളാണ്. നെടുമ്പള്ളിയിലെ പുതിയ ചെക്ക് ഡാമിന്റെ പേരിൽ കൊറിയൻ കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയ കമ്മീഷന്റെ കഥ പടിയിറങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നി. മതിയായി. അയാളെ കുറ്റം പറയാൻ പറ്റുമോ സാറേ? ഇതിപ്പോ ഒരു രാജഭരണം പോലെ ആയല്ലേ. ജതിൻ രാമദാസ് പറയുമ്പോ കേട്ടോണം, അവൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ, പറയുന്നതെല്ലാം വെള്ളം തൊടാതെ നമ്മൾ അങ്ങ് വിഴുങ്ങുകയും വേണം. PKRന്റെ കാലത്ത് IUF-ൽ പ്രാഥമിക അംഗത്വമുള്ള ഒരുത്തന് പോലും അറിയാമായിരുന്നു PKR എന്താണ് പറയാൻ പോകുന്നതെന്നും ചെയ്യാൻ പോകുന്നതെന്നും. നയമിട്ട ഒരു കളിയും PKR കളിച്ചിട്ടില്ല. ഇതൊരുമാതിരി ഇവ അങ്ങേരുടെ മോൻ തന്നെ. വർമ്മ സാറിന് ഇക്കാര്യത്തിലൊന്നും പറയാനില്ലേ? ജതിൻ രാമദാസ് IUF-ന്റെ പാർട്ടി നേതാവും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണ്. അങ്ങനെ ഒരാളെ അവൻ ഇവൻ എന്നൊക്കെ വിളിച്ചല്ല അഭിസംബോധന ചെയ്യേണ്ടത്. കേട്ടോ? ഓ, ഇതാണ് IUF. ഇപ്പൊ അവരച്ഛനും മക്കളും, നമ്മൾ നായിന്റെ മക്കളും. വിഷമം അതല്ല, RPIM-ഉം മേടേലാനും ഇതൊരു വലിയ ഇന്ധനമാക്കും. നാളെയല്ലേ പാർട്ടി സമ്മേളനം? ഡാൻസ് റിഹേഴ്സലായിരിക്കും. पर मुझे विश्वास नहीं हो रहा कि उनके अंदर इतना करप्शन हो रहा है. क्या पता कौन करवा रहा है या अफवाहें हो. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് പിള്ളക്കൊഴുപ്പ് കൂടുതല. അത്യാവശ്യം ഹവാല ഇടപാടുകളുണ്ട്. കമ്മീഷൻ വാങ്ങിയ സ്ഥിതിക്ക് ഇനി നെടുമ്പള്ളിയിൽ ചെക്കിടാൻ പണിയാതിരിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ താൻ പറയുന്ന പോലെ എന്തെങ്കിലും കടുകയ്യാൻ കാണിക്കൂ. IUF-നൊരു തട്ട് കിട്ടുന്നത് നമുക്ക് നല്ലതാണെങ്കിലും മതേതരത്വത്തിന്റെ ആകപ്പാടെയുള്ളൊരു കച്ചിത്തുരുമ്പ്. എൻ്റെ പൊന്നു സഖാവ്, ഈ പറയുന്ന ദുഃഖമൊന്നും സഖാവില്ലെന്ന് എനിക്കും അറിയാം, സഖാവിനും അറിയാം. നമുക്ക് വേണ്ട നല്ലൊരു ഇന്ന നല്ല നാളെയൊക്കെ പിന്നെ. അല്ല, രാംദാസിന്റെ മകൾക്ക് ഇതിൽ അഭിപ്രായമൊന്നുമില്ലേ? അമ്മയില്ലാതെ അച്ഛൻ മാത്രം വളർത്തിയൊരു കുട്ടിയാണ് ഞാൻ. ആ ഒരു സോളിറ്റ്യൂഡ് എന്നെ പല പാഠങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് അവൾ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ ചിലപ്പോൾ കഴിയാതെ പോകും. സ്ത്രീകൾ സംസാരിക്കേണ്ട കാലമാണിത്. സ്ത്രീകളാൽ അടയാളപ്പെടേണ്ട കാലഘട്ടമാണ് ഈ DET ഇവൻറ്റ് ഓൺ വിമൻസ് റെനേസാൻസ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ആൾ ഞാൻ തന്നെയാണോ എന്നെനിക്കറിയില്ല. ആണെന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ വന്നു. താങ്ക് യു ആൻഡ് വിഷിംഗ് എവറി സിംഗിൾ വൺ ഓഫ് യു ഓൾ ദ ബെസ്റ്റ്. इन्होंने कितना मस्त किया, नहीं TEDx होता है तो उन्होंने इसको DETY कर दिया है. पर अच्छी बात यह है कि इनकी बेटी फ्री हो गई. വേർഡിങ്സിന്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കും. പക്ഷെ അമ്മയുടെ മോഡുലേഷൻ തീരെ ശരിയായില്ല. പഞ്ച് ഡയലോഗ്സ് പറയുമ്പോൾ കുറച്ചൊരു കോൺഫിഡൻസ് വേണ്ടേ അമ്മ? इन्होंने पूरी प्रैक्टिस करवाई होगी. ഈവൻ ജതിന്റെ സ്പീച്ച് കേട്ടിട്ടില്ലേ? ഹലോ അരുന്ധതി മാം, CM-ന്റെ നാളത്തെ പബ്ലിക് മീറ്റിംഗിന്റെ അജണ്ട എന്താണെന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? പാർട്ടി സർക്കിൾസിലും മീഡിയയിലും പല റൂമേഴ്സും കറങ്ങി നടക്കുന്നുണ്ട്. അതൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ടീമിനൊന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. എനിക്കറിയില്ല അരുന്ധതി, ഇതൊക്കെ ജതിനോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ഓ, ഓക്കെ മാം. She has no clue. Or she doesn't want to give a clue. അടുത്തതായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സജനേന്ദ്രജിയെ നിങ്ങളോട് സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. जय बोलो जय बोलो जय बोलो. सदन चंद्र जय बोलो जय बोलो जय बोलो.
सारी ऑपोजिशन पार्टीज गेम में आ गई हैं. അഖണ്ഡ ശക്തി മോർച്ചയെ നോക്കി ഇത്രനാൾ ചിരിച്ചവർ, ഇത്രനാൾ കൂവിയവർ, ഈ കേരളദേശത്ത് അഖണ്ഡ ശക്തി മോർച്ചയുടെ കീർത്തിവാൾ കൊടികൾ ഉയർന്നു പാറില്ല എന്ന് പറഞ്ഞ രാജ്യദ്രോഹികൾ, അവരുടെ വാക്കുകൾ ചവച്ചു വിഴുങ്ങുന്ന പകലുകളാണ് നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ തവണ കേരള നിയമസഭയിൽ 35 സീറ്റ് ഞങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞപ്പോൾ, കേരളം ഞങ്ങൾ പറയുന്ന ആൾ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, പിന്നിൽ നിന്ന് കുത്തി അത് ഇല്ലാതാക്കിയവരുടെയും യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ചുമരുകൾക്ക് പിന്നിലിരുന്നു കൊണ്ട് ട്രോളും മീമുമിട്ട് നമ്മളെ നോക്കി കാറി ചിരിച്ചവരുടെയും ചിരി ഉടൻ തന്നെ ഈ രാത്രി പോലെ കറക്കും. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. ये मेरे को लग रहा है बीजेपी की कॉपी है. हाँ. ओ वाह, प्राइवेट नंबर. चप्पल भाई. फाइनली जतिन. सीएम साहब. ഹായ് ജതിൻ. Hey, hi. How are you? I'm good. എന്തായി നിന്റെ കൊളംബിയ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ? അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. I'm sure you'll get through. ഐ ഹോപ്പ് സോ. യു ഗൈസ് ടോക്ക്. എനിക്ക് 1-2 മെയിൽ അയക്കാനുണ്ട്. स्पीच तो कमाल की थी. ഒഫീഷ്യൽ റെസിഡൻസിലേക്കുള്ള വഴിയൊക്കെ സി എമ്മിന് ഇപ്പോഴും ഓർമ്മയുണ്ടോ? നെടുമ്പള്ളിയിൽ ആക്റ്റീവാണ് അല്ലേ? അച്ഛനെ PKR ആക്കിയ നാടല്ലേ. അവർ വിളിച്ചു, ഞാൻ പോകാമെന്നേറ്റു, അത്രേ ഉള്ളൂ. ഇത് എനിക്കും പാർട്ടിക്കും എതിരെയുള്ള മാവോയിസ്റ്റ് സപ്പോർട്ടുള്ളൊരു നീക്കമാണെന്ന് ചേച്ചിക്ക് അറിയാമോ? അതെനിക്കറിയില്ല, പക്ഷെ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നീയും എനിക്ക് അഗൻസ്റ്റ് ആണ്. നീ ഇരിക്കെ, ഞാൻ കോഫി എടുക്കാം. എനിക്ക് അല്പം തിരക്കുണ്ട്, പോയിട്ട് കുറച്ച് മീറ്റിംഗ്സ് ഉള്ളതാണ്. ഒരു CMന്റെ തിരക്ക് ആദ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. सब जानती हैं ये. എന്നു മുതലായി ഈ ഹാബിറ്റ്? പണ്ട് കോളേജിൽ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് നിർത്തി, ഇപ്പോൾ വീണ്ടും തുടങ്ങി. वापस. ജാക്ലിൻ, We फर्नांडिस. moved on. सारी बुरी आदतें ഞാൻ आ വന്ന गई കാര്യം हैं. പറയാം. നാളെ ഞാനൊരു വലിയ അനൗൺസ്മെന്റ് നടത്താൻ പോവാണ്. എന്താണെന്ന് ഇപ്പോൾ ചോദിക്കരുത്. അതെന്തായാലും അതിനെതിരെ ആര് പ്രതികരിച്ചാലും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പബ്ലിക്കായ ഒരു കമന്റ് ഉണ്ടാവരുത്. നീ എടുക്കുന്ന തീരുമാനം എന്തായാലും PKR രാഷ്ട്രീയത്തിൽ പാലിച്ചിരുന്ന ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെതിരല്ലാത്തടത്തോളം കാലം ഞാനൊന്നും പറയില്ല. क्या बात है. नाइस आंसर. പ്രിൻസിപ്പിൾസ്, मेरे को नहीं लग रहा ऐसा कुछ होगा. സാഹോദര്യം, മതേതരത്വം. पर जतिन तो पूरा बदल गया. कैबलेट्स हो गया बिल्कुल. ചേച്ചി, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ഇവിടെ ഒരു മതമൈത്രിയും ഒരുത്തനും ആഗ്രഹിക്കുന്നില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ മതങ്ങളെ തമ്മിലടിപ്പിക്കാനും സെക്യുലറിസത്തിൻ്റെ പേരിൽ മതങ്ങളെ പ്രീണിപ്പിക്കുവാനുമാണ് അച്ഛൻ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ശ്രമിച്ചിട്ടുള്ളത്. ഒരു മകൻ സ്വന്തം അച്ഛൻ്റെ ചിത കൊളുത്താൻ വന്നില്ലെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ദ ഫാദർ ഹേറ്റഡ് ഹിസ് സൺ. 2, The son hates the son his hates father. his father. ഇവിടെ രണ്ടും ഉണ്ട്. Both are true. Oh, तेरी. വേറെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അനുസരിക്കാൻ വേണ്ടി മാത്രം പേരിനൊരു മുഖ്യമന്ത്രി കസേരയിൽ ആജീവനാന്തകാലം ഇരുന്നോളാന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. PK രാംദാസിന്റെ ലെഗസിയുടെ ഭാഗമാണ് ഞാൻ എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. So now I will make I'm my going to own. create my own. But at least make a good one.
पता नहीं क्या अनाउंसमेंट कैसे करने है वाला यार है ये? यार। ओ भाई, और वो भी पीकेआर मेमोरियल डे के ऊपर। वो बड़ा होने वाला है। അണ്ണാ എത്തിയേട്ടാ. इन्होंने भी प्लान कर रखा है, अपोजिशन ने भी। अपनी लाइफ में मतलब कुछ है ही नहीं अगर आप पॉलिटिक्स में करते हो तो। ओह वाह, प्रीवियस मूवी की स्पीच याद आ गई मेरे को तो। हाँ सब वेट कर रहे हैं। നമസ്കാരം. 5 വർഷങ്ങൾക്ക് മുമ്പ് PK രാംദാസിൻ്റെ മകൻ എന്ന ഏക മേൽവിലാസത്തിലാണ് ഈ പാർട്ടിയുടെ നേതൃസ്ഥാനം ഞാൻ ഏറ്റെടുത്തത്. അന്ന് ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട്. വരാൻ പോകുന്ന ഇലക്ഷനിൽ IUF ജയിക്കുമെന്ന്, നമ്മൾ ജയിക്കുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഞാൻ ഇരിക്കുന്ന ദിവസം തൊട്ടാണ് യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നതെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. എനിക്ക് പിന്നിലും എന്നോടൊപ്പവും നിന്ന IUF-ലെ എൻ്റെ कौन? സാറേ ഇവൻ നമ്മുടെ വീഴ്പിട്ട് അലക്കോ ഇവിടെ. किसकी बेइज्जतियां करने वाले क्या हो रहा है ഈ भाई? നാടിനെയും നാട്ടുകാരെയും എന്നോ ഉപേക്ഷിച്ചു പോയ ആരുടെയോ ആജ്ഞകൾക്കനുസരിച്ചല്ല ഒരു സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടത്. 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു പ്രതിജ്ഞ എടുത്തു. അഴിമതിരഹിതമായ സ്വജനപക്ഷപാതം കാട്ടാത്ത ഒരു സർക്കാർ നിങ്ങൾക്ക് തരുമെന്ന്. നിർഭാഗ്യവശാൽ എനിക്കോ IUF-നോ അത് സാധിച്ചിട്ടില്ല. ആ പ്രതിജ്ഞ നിറവേറ്റാൻ അച്ഛൻ്റെ സ്മൃതിദിനത്തിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു തീരുമാനം क्या डिसीजन? रिजाइन? ജതിൻ രാംദാസ് IUF വിടുന്നു. मुझे पता नहीं क्यों ऐसा इंट्यूशन आ रहा था कि भाई ऐसा ही कुछ करने वाले हैं ये। अरे पर ये चीफ मिनिस्टर की पोस्ट नहीं छोड़ रहे, ये IUF ही छोड़ रहे हैं। ओह माय गॉड, ये क्या? तो अब इलेक्शन लड़ेंगे नहीं, ये क्या? പകരം അച്ഛൻ്റെ മകനായി നിങ്ങളുടെ ഓരോരുത്തരുടെയും മകനും അനുജനും സുഹൃത്തുമായി നിലകൊള്ളാൻ ഇന്ന് ഞാൻ ഒരു പുതിയ പാർട്ടിക്ക് ജന്മം न्यू കൊടുക്കുന്നു. पार्टी? न्यू पार्टी? IUF PKR. IUF PKR? PKR? What? ये क्या चल रहा है भाई? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ IUF PKR ഒരു പുതിയ മുന്നണിയായി മത്സരിക്കും. PK രാംദാസിൻ്റെയും ഈ നാടിൻ്റെയും ആത്മാവും ആഗ്രഹങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ സർക്കാർ നമ്മൾ രൂപീകരിക്കും. What? ये क्या कर रहे हैं? ഇന്ന് കേരളം രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട ഒരു തുരുത്താണ്. ഈ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു ചെറിയ സംസ്ഥാനം. എന്നാൽ കേരളത്തിലെ പഴകിയ മുന്നണികളെപ്പോലെ ഈ സംരംഭത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ IUF PKR ഒറ്റയ്ക്കായിരിക്കില്ല. कौन है तुम्हारे साथ में? क्या हो रही है भाई? ओ भाई, IUF PKR को कौन सपोर्ट कर रहा है भाई? ഈ പ്രസ്ഥാനത്തിൻ്റെ കൈപിടിച്ച് നടക്കാൻ, ഈ നാടിൻ്റെ വഴികാട്ടിയായി നമ്മെ നയിക്കാൻ നമുക്കൊപ്പം അണിചേരുന്ന എൻ്റെ സുഹൃത്തും ഗുരുതുല്യനുമായ വ്യക്തിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ,
बाबा बलदेव। क्या कर रहे हैं ये? बलदेव इंसान है भाई। കയറ് ശരിയാണ്. इन्होंने तो पूरी पार्टी का सब खराब ही कर दिया. बलदेव को अपनी पार्टी का मेंटर. स्पॉइल कर दिया भाई, ये क्या चल रहा है अब? ओ भाई ये कितना क्लासी बन के आ गया है. ये वो रोबोट मूवी में रोबोट होते हैं ना, वैसे लग रहा है. अखंड शक्ति मोर्चा. इनका फ्लैग पीछे जा रहा है, इनका आगे आ रहा है. और अभी इनके साथ मिल रहे हैं ना, मतलब कैसे वो दिखा रहे हैं ना, अखंड शक्ति मोर्चा IUF पे कवर कर रहा है. ओह माय गॉड. केरला का क्या होगा भाई? एक करप्ट आदमी और एक दंगाई, ये दोनों साथ मिल गए. अडॉप्टेड बेटा लग रहे हैं ये. ओह वर्स्ट कॉम्बो है, वर्स्ट. सबका स्ट्रेंथ बढ़िया है. भाई अगर फर्स्ट सीन ने हिलाया था ना, तो सेकंड सीन ने तो और कमाल कर दिया है. क्योंकि यहाँ पे समझ नहीं आया भाई हमारे लिए. तो हम जो पहले देख रहे थे हमें लगा था जतिन रामदास जो है वो एक्चुअली करप्शन फ्री और बढ़िया तरीके से वहाँ पे केरला को चलाएंगे, बट इन्होंने तो पूरा ही करप्ट कर दिया है. उसके बाद अब ये अपनी पार्टी जो है IUF जो इनकी पार्टी थी, अब उन्होंने वो पार्टी छोड़ के IUF PKR बना ली है. जस्ट एक बोलते हैं ना, दूसरा सेम नाम का एक दूसरा वर्जन बना लिया है. और उसमें कह रहे हैं भाई अब मैं अपनी पार्टी छोड़ रहा हूँ, अब मैं अलग से जा रहा हूँ. और इससे क्या हो रहा है कि ये इन्होंने जो पूरे 5 साल काम ख़राब किया है ना, इन्होंने सारा ब्लेम अपने IUF पे डाल दिया है और खुद अपने आप को अलग पार्टी बना ली. और अलग पार्टी बनाने के बाद यहाँ पे बलदेव के साथ हाथ ज्वाइन कर लिया भाई. वो सबसे खतरनाक बात है, बिकॉज वो आदमी जो है, जो आपने इसका सीन 1 में देखा था कि भाई जो जाना जाता है कि मतलब उसके बैड इंटेंशंस के लिए, काम ख़राब करने के लिए, दंगा कराने के लिए, उसके साथ हाथ मिला लिए. लाइक अभी तो मुझे देखा जाए तो विवेक ओबरॉय का जो रोल था ना लूसीफर के अंदर, वो भी बहुत छोटा लग रहा है. और अब ऐसा लग रहा है कि अब तो हमला बहुत लेवल हाई होने वाला है. देखा जाए तो पूरी तरीके से बलदेव को पूरी तरीके से पूरा कंट्रोल चाहिए. वो चाहते हैं कि सब कुछ उनके हिसाब से. ये तो मतलब लग रहा है जतिन तो एक पपेट बन के रह जाएंगे. और पहले भी जब इनिशियली प्रीवियस मूवी में तो हमें तो बहुत ज़्यादा उम्मीदें थी, क्योंकि इनके फादर ने इतने अच्छे काम किए थे, लोग इनको मानते थे, और उतनी ही उम्मीदें लोगों को भी थी इनसे. और इनकी बहन भी इनके सपोर्ट में थी. और अब जो है इनकी जो अनाउंसमेंट हो गई है ना भाई, सबको हिला के रख दिया है. सही बात है. आप लोगों को ये सीन कैसा लगा आपने कमेंट सेक्शन में ज़रूर बताइएगा. तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते और जाइए और सब्सक्राइब करिए. बाय. बाय.